ബേസിക്കലി ഇപ്പോഴത്തെ പെൺകുട്ടികൾ എല്ലാ ദിവസവും തല കഴുകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലേ. ആഴ്ചയിൽ 2 തവണ 3 തവണയൊക്കെ അല്ലേ ഉള്ളൂ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ. ബേസിക്കലി ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആഴ്ചയിൽ എത്ര തവണ മുടി കഴുകണം, തല കഴുകേണ്ടതുണ്ട്? നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരു കോമൺ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. ഇതും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതിലും കുറേ അധികം തെറ്റായ ധാരണകളുണ്ട്. അതിപ്പോൾ പറഞ്ഞ പോലെ മുടി കഴുകിയില്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോവില്ല, ആഴ്ചയിൽ 2 തവണ കൂടുതൽ മുടി കഴുകാൻ പാടില്ല. ഇതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സാണ്. ഇപ്പോൾ ഒരുപാടധികം സ്റ്റഡീസ് ഇതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുമുണ്ട്. റെഗുലറായിട്ട് വാഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി ഹെയർ വാഷാണ് ഏറ്റവും ബെസ്റ്റ്. ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ശരിക്കും ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണത്. എത്ര കുറവ് ഹെയർ വാഷ് ചെയ്യുമോ. അപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഹെയർ വാഷ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പം ഒരു 2-3 ദിവസം ഹെയർ ഫോൾ ആയിട്ട് വല്ലാണ്ട് ഫീൽ ചെയ്യില്ല. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് പിന്നെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഹെയർ പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ അല്ല. പിന്നെ ഈ കഴുകാതിരിക്കുന്നതിനനുസരിച്ച് വിയർപ്പ്, അഴുക്ക് കാര്യങ്ങളൊക്കെ നിന്നിട്ട് ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങൾ വരിക, സ്കിൻ ഹെൽത്ത് മോശമാവുക, ഇതിൻ്റെ കൂടെ തന്നെ മുഖത്ത് കുരു വരിക, ഇതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. സ്കിന്നിന് റിലേറ്റഡ് കുറേ പ്രശ്നങ്ങൾ വേറെ വരും. പ്രിഫറബിളി ഡെയിലി വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ഹെയർ വാഷ് ചെയ്യണം. ട്വൈസ് ഇൻ എ വീക്ക് ഷാംപൂയിങ് ഇസ് ഫൈൻ. അതിനേക്കാൾ കൂടുതൽ ചെയ്യണം എന്നില്ല. ഇനി റെഗുലറായിട്ട് മൈൽഡ് ഷാംപൂയിങ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വാഷ് ചെയ്യാതിരിക്കുന്നത് ഒരു നല്ല ഹാബിറ്റ് അല്ല. പിന്നെ സ്കിൻ പ്രോബ്ലം PCOD ഇല്ലാതെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആദ്യം പറഞ്ഞു തരുമായിരിക്കും. PCOD എല്ലാവർക്കും അറിയുന്നതാണ്. ആക്നെ പെട്ടെന്ന് കൂടുക, മുഖത്ത് രോമവളർച്ച വരിക, ഹെയർ ഫോൾ വരിക, അതായത് വേണ്ട ഭാഗത്ത് മുടി നഷ്ടപ്പെടുക, വേണ്ടാത്ത ഭാഗത്തൊക്കെ മുടി വളർച്ച വരിക. ഇത് കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതങ്ങനെ ഒരു ഇംബാലൻസ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാക്കി നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെയർ വന്നു കഴിഞ്ഞാൽ പിന്നെ PCOD കൺട്രോൾഡ് ആയാലും അത് റിമൂവ് അത് തന്നാലെ പോവില്ല. അതിന് നമ്മൾ പിന്നെ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ആ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്നെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹെയർ ഫോളിനെ നമ്മൾ ഈ പറഞ്ഞപ്പോൾ ഒരു ലോങ് ടേം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ആണുങ്ങളിൽ കഷണ്ടി ഉണ്ടാവുന്നത് പോലെ സ്ത്രീകളിൽ അതിന് സിമിലർ ആയിട്ടൊരു പാറ്റേൺ ഹെയർ ലോസാണ് ഉണ്ടാവുക. അത് പെട്ടെന്ന് നിന്ന് പോകുന്നൊരു സാധനമല്ല. അത് കുറേയൊക്കെ ലോങ് ടേം ആയിട്ട് തന്നെ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ടെൻഡൻസിയാണ്. അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. യൂഷ്വലി ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് തന്നെ മോഡിഫിക്കേഷനിൽ തന്നെ കുറേയൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ സിസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ എക്സ്ട്രാ ഗ്രോത്ത് ഒന്നും അല്ല കേട്ടോ. നമ്മളെ ഓവറിയിൽ എല്ലാ മാസം നമ്മളെ പീരീഡ്സിൻ്റെ സമയത്ത് കുറച്ച് ഫോളിക്കിൾസ് പുറത്തേക്ക് വരും ഓവറിൻ്റെ അകത്ത് നിന്ന്. ആ ഫോളിക്കിൾ യൂഷ്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വരുമ്പോൾ ഒരു 1 മില്ലിമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അത് വന്ന് ഒരു 18 to 20 മില്ലിമീറ്റർ ആകുമ്പോൾ അത് റപ്ചർ ചെയ്യും. അതാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതങ്ങ് പോകും. അത് യൂഷ്വൽ പ്രക്രിയ അങ്ങനെയാണ്. പക്ഷേ PCOD നമുക്ക് PCOD സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഫോളിക്കിൾസ് ഗ്രോ ചെയ്യില്ല. ഒരു 2 to 3 മില്ലിമീറ്റർ സൈസിൽ നിൽക്കും. അത് ഓവുലേഷൻ നടക്കാതെ അത് അവിടെ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് സൈക്കിൾ വരുന്നതും അവിടെ തന്നെ ഉണ്ടാവും. ഫൈനലി നോക്കുമ്പോൾ ഓവറിൻ്റെ പുറത്ത് ഇങ്ങനെ കുരുക്കൾ പോലെ, ഈ ചിക്കൻ പോക്സിൻ്റെ കുരുക്കൾ പോലെ ഇങ്ങനെ കുറേ ഉണ്ടാവും. അതാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. കുറേ കാലം ഇത് നിൽക്കുമ്പോൾ എന്നുള്ള വെച്ചാൽ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരും, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അതാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാരണം വരുന്നത്. നമുക്ക് ഇൻസുലിൻ നമ്മുടെ ബോഡിയിലുണ്ട്, അത് റെസിസ്റ്റൻ്റ് ആക്കും. നമ്മൾ എക്സസൈസ് ലാക്ക് കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നല്ല പ്രോപ്പറായിട്ട് റെഗുലർ എക്സസൈസ് വേണമെന്ന് അഡ്വൈസ് ചെയ്യാൻ കാരണം അതാണ്. അപ്പോൾ ഇൻസുലിൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒബ്വിയസ്ലി ഈസ്ട്രോജനും വർക്ക് ചെയ്യും. നാച്ചുറലി നിങ്ങൾക്ക് ഓവുലേഷന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ ഹോർമോൺസൊക്കെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ആക്നെ പോലത്തെ കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് വെച്ചാൽ PCOSൽ റെഗുലർ എക്സസൈസ്, ഹെൽത്തി ഫുഡ്, ഇത് ചെയ്താൽ തന്നെ നമുക്ക് കൂടുതൽ. കാരണം ആൾക്കാർ വരാറുണ്ട് മെഡിസിൻ തരുമെന്ന്. കാരണം മെഡിസിൻ ഉണ്ട് നമുക്ക്. പക്ഷേ ഇത് മെഡിസിൻ ഇഫക്ട്സ് പിന്നെ നിങ്ങൾക്ക് അത് ഫ്രൂട്ട്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു 3 to 6 month മെഡിസിൻ എടുത്തു എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ PCOD മാറാൻ പോകുന്നുമില്ല. പിന്നെ യങ്സ്റ്റേഴ്സ് പിന്നെ ഈ PCOD ഉണ്ടാകുമ്പം യൂഷ്വലി നമ്മുടെ ഫെർട്ടിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഫെർട്ടിലിറ്റിനെ അഫക്റ്റ് ചെയ്യുമ്പം ഒരു പ്രഗ്നൻ്റ് ആയി കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ PCOD ട്രീറ്റ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആവാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. എലോങ് വിത്ത് ദ PCOD ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ ഇൻഡക്ഷൻ ചെയ്തിട്ടായിട്ട്, കാരണം ഈ PCOD ഒക്കെ ട്രീറ്റ് ചെയ്ത് എടുക്കാൻ സമയമെടുക്കും. ആ സമയം കൊണ്ട് എലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ കണ്ടിന്യൂ പ്രഗ്നൻസി ട്രയലും ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് അതായിരിക്കും അല്ലേ.